സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവൻ്റെ ശക്തിയെയും അന്വേഷിപ്പിൻ. അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പിൻ. പ്രിയരെ, നമ്മുടെ ദൈവം മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. മനസ്സിലും ശരീരത്തിലുമുള്ള മുറിവുകൾ മാറ്റാൻ കഴിയുന്നവനാണ്. പലവിധമാർന്ന രോഗങ്ങളാൽ വേദനിക്കുന്നവർക്കു വേണ്ടി, ഭാരപ്പെടുന്നവർക്കു വേണ്ടി യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയുവാനായി ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. പ്രിയരെ, 38 വർഷക്കാലം രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. സൗഖ്യം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടെ, രോഗാവസ്ഥയിലായിരിക്കുമ്പോഴുള്ള അതിവേദനയോടെ, നിസ്സഹായ അവസ്ഥയിലായിരുന്ന ആ മനുഷ്യനെ കണ്ട യേശു മനസ്സലിഞ്ഞ് അവനെ സൗഖ്യമാക്കുകയാണ്. യേശു അവനോട് ചോദിക്കുന്നത് ശ്രദ്ധിക്കുക. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവിന് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിയാമായിരുന്നു. ഈ അധ്യായം മുന്നോട്ട് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു എന്നാണ്. യേശു അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. സൗഖ്യമായ മനുഷ്യൻ പോയത് ദൈവാലയത്തിലേക്കാണ് എന്ന് നാം കാണുന്നു. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നു തന്നെ പുറപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അധർമ്മം മോചിച്ചും പാപം ക്ഷമിച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്ക് ആർ പരിഹാരം വരുത്തും? കർത്താവായ യേശുവിൻ്റെ മഹാസ്നേഹം അനുഭവിച്ചറിയുക. അനേകർക്ക് രോഗശാന്തി നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, നല്ല ഉപദേശങ്ങൾ നൽകി. വചനത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ലാവണ്യവാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്ന്. പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, ക്രൂശിതനായ യേശുവിങ്കിലേക്ക് അല്പനേരം ഒന്ന് നോക്കുക. ദൈവപുത്രൻ നമുക്കായി മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു.
നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു കൽവരിക്കുരിശിൽ മരിച്ചു. ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തു പകരമായി ജീവൻ നൽകി. ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുക, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. 38 ആണ്ട് രോഗിയായി സഹായിക്കാൻ ആരുമില്ലാതെ അതിവേദനയിലായിരുന്ന ആ മനുഷ്യനെ കണ്ടു മനസ്സലിഞ്ഞ കർത്താവ് നിങ്ങളുടെ രോഗശയ്യയിലും നിങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ അത്ഭുതം കാണും, തീർച്ചയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കർത്താവിൻ്റെ വാഗ്ദത്തമാണിത്. പ്രിയരെ, വിശ്വസിക്കുക. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും എന്നരുളി ചെയ്തിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നരുളി ചെയ്ത രക്ഷക, ഞങ്ങൾ ആ മുഖത്തേക്ക് നോക്കുന്നു. ആ മുഖത്തേക്ക് നോക്കിയവർ ആരും ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ ഞങ്ങളോട് മനസ്സലിയണമേ. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നും ഒരു വചനം വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രിയമുള്ളവരെ, രോഗശാന്തിയുടെ പേരിൽ അനേകർ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങി ദുഃഖിക്കുവാൻ ഇടയാകരുത്. തിരുവചനം അനുസരിക്കുക, ദൈവം വിടുവിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവമേ, അങ്ങയുടെ മഹാകരുണയും ദീർഘക്ഷമയും ദയയും തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും അങ്ങയുടെ വിശ്വസ്തത വലിയതുമാകുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു. ഞങ്ങൾ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നു. അങ്ങ് അകൃത്യമൊക്കെയും മോചിക്കുകയും സകല രോഗങ്ങളെയും സൗഖ്യമാക്കുകയും ചെയ്യുന്നുവല്ലോ. എൻ്റെ നെടുവീർപ്പിനും നിലവിളിക്കും ചെവി ചായ്ക്കണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയാലും നീതിയാലും എനിക്കുത്തരമരളണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. നിങ്ങളുടെ ആത്മാവ് സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ.